ഹലോ മക്കൾസ്. അപ്പോൾ 10th മക്കൾമാർക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ചാപ്റ്റർ ആയിരിക്കും മേ ബി ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്നുള്ള ചാപ്റ്റർ, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്നുള്ള ചാപ്റ്റർ 4. ഇതിൽ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സോ ആ ഒരു ഏരിയ നല്ല അടിപൊളിയായിട്ട് ഒരു 15-20 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ സെറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് പോവാണ്. സോ നല്ല അടിപൊളിയായിട്ട് ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ വരുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. സോ ഇത് കുറച്ച് പാർട്ടായിട്ട് മിസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വേണ്ടുന്ന ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ മിസ് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ GAM GMM എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് പോവാണ്. എന്താണ് GAM, എന്താണ് GMM എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം ആറ്റം എന്താണ്, മോളിക്യൂൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ വെറുതെ പറയാണ്, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിൽ പെടുത്തും? ഹൈഡ്രജൻ, ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു ആറ്റമാണ്. H2 എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അറിയാം അതൊരു മോളിക്യൂൾ ആണ് അല്ലെ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അതൊരു ആറ്റമാണ്. O2 എന്ന് എഴുതിയാൽ നിങ്ങൾ പറയും അതൊരു മോളിക്യൂൾ ആണ് അല്ലെ. അപ്പൊ ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഇതൊക്കെ എന്താണ്? ആറ്റംസ് ആണ്. H2O ഒരു മോളിക്യൂൾ ആണ്. CO2 ഒരു മോളിക്യൂൾ ആണ്. O2 ഇതൊരു മോളിക്യൂൾ ആണ് അല്ലെ. ഇനി ഓരോ ആറ്റത്തിനും അതിനേതായിട്ടുള്ള മാസ് ഉണ്ട്. അതിനെ നമ്മൾ അറ്റോമിക് മാസ് എന്ന് പറയും അല്ലെ. യൂണിഫൈഡ് മാസ് U കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് U ആണ് അല്ലെ, യൂണിഫൈഡ് മാസ്. ഹൈഡ്രജന്റെ അറ്റോമിക് മാസ് എത്രയാ? 1U ആണ്. ഓക്സിജൻ എന്ന് പറയുമ്പോൾ 16U ആണ്. നിങ്ങൾക്ക് ഇനി നൈട്രജന്റെ അറിയാം, കാർബണിന്റെ അറിയാം, ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, അറ്റോമിക് മാസ് നമ്മൾ എഴുതി. ഇനി മോളിക്യൂളിനും ഉണ്ട് മോളിക്യൂളിന്റെ മാസ്, മോളിക്കുലാർ മാസ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമുക്കറിയാം 1 ആണ് ആളുടെ അറ്റോമിക് മാസ്. അങ്ങനെ എത്ര ഹൈഡ്രജൻ എവിടെയുണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 1 × 2. ഒരു അറ്റോമിക് മാസ് ഉള്ള ഒരു U ഉള്ള 2 ഹൈഡ്രജൻ. അപ്പൊ 1 × 2 പ്ലസ് ഓക്സിജൻ ഒരെണ്ണമേ ഉള്ളൂ. ഓക്സിജന്റെ ഒരെണ്ണത്തിന്റെ 16 അല്ലെ. അപ്പൊ 2 + 16 which is equal 18 എന്ന് കിട്ടും. ഓക്കെ, ഇനി CO2 നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 44 എന്ന് കിട്ടും. O2 എന്ന് പറയുന്നത് 16 × 2 അല്ലെ, 32 എന്ന് വരും. അപ്പൊ നമുക്ക് അറ്റോമിക് മാസും കിട്ടി, മോളിക്കുലാർ മാസും കിട്ടി. ഒരാറ്റത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണോ, ഒരാറ്റത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണോ അതിനെ ഗ്രാമിൽ പറയുക. 1U ആണ് ഹൈഡ്രജൻ, ഗ്രാമിൽ പറ 1 ഗ്രാം. ഓക്സിജൻ 16U ആണ്, ഗ്രാമിൽ പറഞ്ഞാൽ 16 ഗ്രാം. എത്രയാണോ ഒരു ആറ്റത്തിന്റെ അറ്റോമിക് മാസ് അതിനെ ഗ്രാമിൽ എടുത്താൽ നിങ്ങൾക്ക് അതിനെ 1 GAM എന്ന് പറയാം. എത്രയാണോ ഒരാളുടെ അറ്റോമിക് മാസ് അതിനെ ഗ്രാമിൽ എടുത്താൽ 1 GAM എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്റെ കയ്യിൽ 1 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഇത് 1 GAM ആണ്. എന്റെ കയ്യിൽ 16 ഗ്രാം ഓക്സിജൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഇത് 1 GAM ഓക്സിജൻ ആണ്. എന്റെ കയ്യിൽ 14 ഗ്രാം നൈട്രജൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? അത് 1 GAM നൈട്രജൻ ആണ്. സെറ്റ്. ഓക്കെ, ഇനി എത്രയാണോ ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ്, വാട്ടർ എന്ന് പറയുന്നത് 18 ആണ്. അതിനെ ഗ്രാമിൽ പറ 18 ഗ്രാം, 44 ഗ്രാം, 32 ഗ്രാം. എത്രയാണോ ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് അതിനെ ഗ്രാമിൽ പറഞ്ഞാൽ 1 GAM അല്ല, ഗ്രാം അറ്റോമിക് മാസ് അല്ല, ഗ്രാം മോളിക്കുലാർ മാസ് ആയി, 1 GMM ആയി. അപ്പൊ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഒരു ആറ്റം ആണെങ്കിൽ ആറ്റത്തിന്റെ മാസ് എടുക്കുക, അതിനെ ഗ്രാമിൽ പറയാ 1 GM ആയി. മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലാർ മാസ് എടുക്കുക, ഗ്രാമിൽ പറയാ 1 GMM ആയി. ഇനി എന്റെ കയ്യില് 16 ഗ്രാം ഓക്സിജൻ ഉണ്ട് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഇതിനകത്ത് കുറെ ഓക്സിജൻ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതിന് 16 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര ഓക്സിജൻ ഉണ്ട് ഇതില്, എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് എന്ന് പറയാനായിട്ട് എണ്ണി നോക്കേണ്ട ആവശ്യമില്ല. അത് അറ്റോമിക് മാസ് ഗ്രാമിൽ എടുത്തതാണോ, അത് 1 GAM ആണോ, ആണെങ്കിൽ അതിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്നറിയോ? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്. 6.022 × 10⁻23 ആറ്റംസ് ഉണ്ട്. ആറ്റങ്ങളാണെങ്കിൽ ആറ്റം. ഇനി നിങ്ങളുടെ കയ്യിൽ 18 ഗ്രാം വാട്ടർ ഉണ്ട്, അല്ലെങ്കിൽ 44 ഗ്രാം ഓക്സിജൻ ഉണ്ട്, 1 GMM മോളിക്യൂൾ ഉണ്ട് എങ്കിൽ എണ്ണി നോക്കണ്ട, അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് എന്തുണ്ടായിരിക്കും? മോളിക്യൂൾ ഉണ്ടായിരിക്കും. അപ്പൊ GAM GMM കോൺസെപ്റ്റ് ക്ലിയർ ആയോ? എത്രയാണോ ഒരു ആറ്റത്തിന് അറ്റോമിക് മാസ് അതിനെ ഗ്രാമിൽ പറഞ്ഞാൽ 1 GAM ആയി, അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. ഒരു മോളിക്യൂളിന്റെ മോളിക്കുലാർ മാസ് എന്താണോ അതിനെ ഗ്രാമിൽ പറഞ്ഞാൽ അത് 1 GMM ആയി, അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ടായിരിക്കും. അപ്പൊ GAM GMM കോൺസെപ്റ്റ് ക്ലിയർ ആണ്. സെറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഞാൻ ഒരു 2 ഇക്വേഷൻ കൂടി തരുകയാണ്. നിങ്ങൾക്ക് GAM കാണാനും GMM കാണാനും ക്വസ്റ്റ്യൻ വരും. അപ്പൊ 2 ഇക്വേഷൻ, രണ്ടിനും കോമൺ ഇക്വേഷനെ നമ്പർ ഓഫ് GAM കാണാൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് GMM കാണാൻ നിങ്ങൾക്ക് തരും. 32 ഗ്രാം ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര GAM?
ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും അല്ലെ. 44 ഗ്രാം എനിക്കറിയാം. സോ 88 ഗ്രാം ഓഫ് CO2 എന്ന് പറയുന്നത് എത്ര GMM? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു മാസ് തന്നിട്ട് GAMO GMMO കാണാൻ ചോദിച്ചാൽ തന്നിട്ടുള്ള മാസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ആറ്റം ആണെങ്കിൽ അറ്റോമിക് മാസ്, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സെറ്റ്. GAM അല്ലെങ്കിൽ GMM കാണാൻ മാസ് തന്നാൽ ഗിവൺ മാസ് ബൈ അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ്. ക്വസ്റ്റ്യൻ ഉണ്ട്, ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം. ഇനി നമ്പർ ഓഫ് GAM അല്ലെങ്കിൽ GMM കാണാൻ നിങ്ങളോട് പാർട്ടിക്കിളിന്റെ എണ്ണം തരും. നിങ്ങൾക്കറിയാം 6.022 × 10⁻23 1 GAM. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കും 3.011 × 10⁻23 എത്രയാ, അല്ലെ 12 പോയിന്റ് ഇത്ര എത്രയാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് ക്വസ്റ്റ്യൻ വരും. അപ്പൊ അങ്ങനെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ 6.022 × 10⁻23. ഇക്വേഷൻ മാത്രം മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ വെച്ച് ഇപ്പൊ ക്ലിയർ ആക്കി തരാം. അപ്പൊ നമ്പർ ഓഫ് GAM അല്ലെങ്കിൽ GMM കാണാൻ മാസ് തന്നാൽ ഈ ഇക്വേഷൻ, നമ്പർ ഓഫ് പാർട്ടിക്കിൾ തന്നാൽ ഈ ഇക്വേഷൻ. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദേ നോക്കിക്കോ, ഹൗ മെനി GAM, അപ്പൊ കാണേണ്ടത് GAM present in 32 gram oxygen. GAM ആണ് കാണേണ്ടത്. തന്നിട്ടുള്ളത് മാസ് ആണോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണോ? 32 ഗ്രാം മാസ് ആണ്. അപ്പൊ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ആറ്റം ആണോ മോളിക്യൂൾ ആണോ? ആറ്റം ആണല്ലേ, അപ്പൊ അറ്റോമിക് മാസ് അല്ലേ. അപ്പൊ 32 ഡിവൈഡഡ് ബൈ ഓക്സിജൻ അല്ലേ, ഓക്സിജൻ അറ്റോമിക് മാസ് പറ. ഓക്സിജന്റെ 16 അല്ലേ, 16. അപ്പൊ 32/16 യു ഗെറ്റ് 2 എന്ന് കിട്ടും. ആൻസർ കിട്ടിയോ? ഇക്വേഷൻ യൂസ് ചെയ്തു, സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടി. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോഡിയത്തിന് അറ്റോമിക് മാസ് 23 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാസ് ഓഫ് 2 GAM സോഡിയം? മാസ് കാണണം, GAM തന്നിട്ടുണ്ട്. സിമ്പിൾ. അപ്പൊ നമ്മൾ എന്ത് വേണം? GAM ഉം മാസും തമ്മിലുള്ള കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആലോചിക്കണം. സിമ്പിൾ. നമ്പർ ഓഫ് GAM വിച്ച് ഇസ് ഈക്വൽ ഗിവൺ മാസ് ബൈ എന്ത്? അറ്റം ആയതുകൊണ്ട് അറ്റോമിക് മാസ്. ഓക്കെ, മാസ് അല്ലേ കാണേണ്ടത്. സോ മാസ് ഈക്വൽ എന്ത് കിട്ടും? GAM ഇൻറ്റു അറ്റോമിക് മാസ്. എങ്ങനെ? ഡിവൈഡ് ചെയ്യുന്ന അറ്റോമിക് മാസ് ഈക്വലിന് അപ്പുറം പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യും. സോ അറ്റോമിക് മാസ് ഇൻറ്റു GAM എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ GAM എത്രയാണ്? 2 ആണ്. അറ്റോമിക് മാസ് 23 ആണ് അല്ലെ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ 46 ഗ്രാം എന്ന് വരും. സിമ്പിൾ. നെക്സ്റ്റ് നോക്കിക്കോ, ഹൗ മെനി ആറ്റംസ് ആർ പ്രസന്റ് ഇൻ 2 GAM? ഓക്കെ, വേണ്ടുന്നത് GAM ഉം നമ്പർ ഓഫ് പാർട്ടിക്കിളും തമ്മിൽ, നമ്പർ ഓഫ് ആറ്റംസ്, ആറ്റം ആണെങ്കിൽ ആറ്റം, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്യൂൾ. ജനറലി മിസ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് ആറ്റംസും GAM ഉം കണക്ട് ചെയ്ത ഇക്വേഷൻ ഏതാ? ഇക്വേഷൻ സിമ്പിൾ. GAM ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പറിനെ NA എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. 6.022 × 10⁻23. എന്താ വേണ്ടുന്നത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾ. എങ്ങനെ കണ്ടുപിടിക്കും? GAM ഇൻറ്റു അവഗാഡ്രോ നമ്പർ. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഈക്വൽ 2 × 6.022 × 10⁻23. സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് ആൻസറിൽ എത്താൻ പറ്റുന്നില്ലേ? ഇത്രയേ ഉള്ളൂ മക്കളെ. എന്നാ അതെ ഈ ക്വസ്റ്റിനോട് നോക്കാം. The molecular mass of CO2 is 44. Molecular mass of CO2 തന്നിട്ടുണ്ട്. What is the mass of 1 GMM of carbon dioxide? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാം. What is the mass of 1 GMM എന്നാ ചോദിച്ചിരിക്കുന്നത്. 1 GMM എന്തായിരിക്കും? എത്രയാണോ ആളുടെ മോളിക്കുലാർ മാസ് അതിനെ ഗ്രാമിൽ പറഞ്ഞാൽ അതിന്റെ മാസായി അല്ലേ. അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. നമുക്ക് വേണ്ടുന്നത് എന്താ? മാസ് വേണം. GMM തന്നിട്ടുണ്ട്. GMM ഈക്വൽ മാസ് ബൈ മോളിക്യൂൾ ആയതുകൊണ്ട് മോളിക്കുലാർ മാസ്. മാസ് കാണാൻ എന്ത് വരും? GMM ഇൻറ്റു മോളിക്കുലാർ മാസ്. 1 ഇൻറ്റു മോളിക്കുലാർ മാസ് 1 ഇൻറ്റു 44 which is equal 44 എന്ന് കിട്ടിയില്ലേ? ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിലും കോൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിലും സിമ്പിൾ. 44 ഗ്രാം. നെക്സ്റ്റ് നോക്കിക്കോ. ഫൈൻഡ് ദ നമ്പർ ഓഫ് GMM ഇൻ 220 ഗ്രാം ഓഫ് CO2. സിമ്പിൾ. തന്നിട്ടുള്ളത് മാസ്, കാണേണ്ടത് GMM. സോ GMM ഈക്വൽ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഇക്വേഷൻ സെറ്റ് ആവാനാണ് പെട്ടെന്ന് എപ്പോഴും മിസ് ഇക്വേഷൻ എഴുതുന്നത് കേട്ടോ. GMM ഈക്വൽ മാസ് ബൈ മോളിക്കുലാർ മാസ്. കാണേണ്ടത് എന്താണ്? GMM അല്ലേ. അപ്പൊ 220 മാസ് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് എത്രയാ? 44. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 GMM എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ.
സിമ്പിൾ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ GMM GAM കോൺസെപ്റ്റ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് കോൺസെപ്റ്റിലേക്കാണ്. GAM GMM കഴിഞ്ഞാൽ നമുക്ക് പഠിക്കേണ്ടത് എന്താണെന്നറിയോ? മോൾ കോൺസെപ്റ്റ്. മോൾ കോൺസെപ്റ്റ് സിമ്പിൾ സിമ്പിൾ. മോൾ കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവാണേ. GAM GMM നമുക്ക് ക്ലിയർ ആണ്. അപ്പൊ മോൾ കോൺസെപ്റ്റും ഇതുപോലെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു ഒരു ആറ്റം ആണെങ്കിൽ ആറ്റത്തിന്റെ മാസ്, അറ്റോമിക് മാസ് എടുക്കുക, അതിനെ ഗ്രാമിൽ പറയുക. ആ ഗ്രാമിൽ പറഞ്ഞതായിരിക്കും 1 GAM. ഈ 1 GAM അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. ഓൾറെഡി പറഞ്ഞ സാധനം. ഇനി അതല്ല മോളിക്യൂൾ ആണെങ്കിൽ അതിന്റെ മോളിക്കുലാർ മാസ് എടുക്കുക, അതിനെ ഗ്രാമിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് 1 GMM കിട്ടും. അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ഈ ഗ്രാമിൽ പറഞ്ഞ ഈ 1 GAM ഉള്ള ഈ അവഗാഡ്രോ നമ്പർ ആറ്റംസ് ഉള്ള അതിനെ തന്നെയാണ് 1 മോൾ ആറ്റം എന്ന് പറയുന്നത്. ഇനി ഈ മോളിക്കുലാർ മാസ് ഗ്രാമിൽ പറഞ്ഞ 1 GMM ഉള്ള ഈ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉള്ള ആളാണ് 1 മോൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ പറ, എനിക്ക് 1 മോൾ ഓക്സിജൻ ആറ്റം വേണം, എത്ര ഗ്രാം എടുക്കണം? 1 മോൾ വേണമെങ്കിൽ എത്രയാണോ അറ്റോമിക് മാസ് അതിനെ ഗ്രാമിൽ പറ. ഓക്സിജൻ അല്ലേ, 16 ഗ്രാം എടുക്ക്. അപ്പൊ പറ 14 ഗ്രാം നൈട്രജൻ എത്ര മോളോ? 14 ഗ്രാം അല്ലേ എന്ന് പറയുമ്പോൾ അതിന്റെ അറ്റോമിക് മാസ് ഗ്രാമിൽ പറഞ്ഞതല്ലേ, അത് GAM ഈക്വൽ അല്ലേ ആണ്. അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇല്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് 1 മോൾ ആണ്. സെറ്റ്. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് നമ്പർ ഓഫ് മോൾ എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലായി. സെറ്റ്. അങ്ങനെയാണെങ്കിൽ മിസ് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഏതൊരു ഗ്യാസും STPയിലാണ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. STP എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 കെൽവിനിലും പ്രഷർ എന്ന് പറയുന്നത് 180 m. ഏതെങ്കിലും ഒരു ഗ്യാസ് 273 കെൽവിനിലും 180 m പ്രഷറിലാണെന്നും പറയാണ്, ആൻഡ് അയാൾ 1 മോൾ ഉണ്ടെന്നും പറയുകയാണ് എങ്കിൽ എന്താ? ഏതെങ്കിലും ഒരു ഗ്യാസ് അയാൾ STPയിലാണ്, അത് 1 മോൾ ആണ് എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ കയ്യിൽ 22.4 ലിറ്റർ വോളിയം ആയിരിക്കും അയാൾക്കുള്ളത്. എന്താ? 1 മോൾ ആണ്. STPയിലാണെങ്കിൽ അയാളുടെ വോളിയം എത്രയായിരിക്കും? 22.4. വ്യാപ്തം എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മക്കളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ 16 ഗ്രാം ഓക്സിജനെ ഞാൻ STPയിൽ എടുത്തു. ഇതിന്റെ നമ്പർ ഓഫ് മോളും വോളിയവും ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് കമന്റ് ചെയ്ത് നോക്കിക്കേ. 16 ഗ്രാം ഓക്സിജൻ അല്ലേ, STPയിലല്ലേ എന്ന് പറയുമ്പോൾ അത് 1 മോൾ അല്ലേ? ആണ്. 1 മോൾ ആയത് എങ്ങനെയാ? അറ്റോമിക് മാസ് ഗ്രാമിൽ പറഞ്ഞതാ. അപ്പൊ അത് 1 മോൾ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം എത്രയായിരിക്കും? 22.4 ലിറ്റർ ആയിരിക്കും. സെറ്റ്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് STPയിലെ കോൺസെപ്റ്റ് മനസ്സിലായേ? അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങളോട് നമ്പർ ഓഫ് മോൾസ് കാണാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. 3 കാര്യങ്ങൾ തന്നിട്ടായിരിക്കും ചോദിക്കുക. ഒന്ന്, മാസ് തന്നിട്ട് നമ്പർ ഓഫ് മോൾസ് ചോദിക്കും. GAM GMM പഠിച്ചില്ലേ? പഠിച്ചു. അപ്പൊ മാസ് തന്നിട്ട് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾ തന്നിട്ട് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വോളിയം തന്നിട്ട് ചോദിക്കും. 3 ഇക്വേഷൻ. 3ഉം സെറ്റ് ആക്കാം നമുക്ക്. നോക്കിക്കോ. നമ്പർ ഓഫ് മോൾസ് കാണാൻ മക്കളെ മാസ് ആണ് തന്നതെങ്കിൽ ഗിവൺ മാസേ ബൈ അറ്റം ആണെങ്കിൽ അറ്റോമിക് മാസ്, മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലാർ മാസ്. ചേട്ടാ ഇത് തന്നെയല്ലേ GAM GMM പഠിച്ചത്? ആണ്. സെയിം ഇക്വേഷൻ. അപ്പൊ നോക്കിക്കോ, നമ്പർ ഓഫ് മോൾസ് കാണാൻ മാസ് ആണ് തന്നതെങ്കിൽ ഗിവൺ മാസേ ബൈ അറ്റോമിക് മാസ്, അല്ലെങ്കിൽ മോളിക്യൂൾ ആണെങ്കിൽ മോളിക്കുലാർ മാസ്. ഇനി നമ്പർ ഓഫ് മോൾസ് കാണാൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആണെങ്കിൽ പെട്ടെന്ന് ഇക്വേഷൻ കമന്റ് ചെയ്തോ. നമ്പർ ഓഫ് മോൾസ് കാണാൻ പാർട്ടിക്കിളിന്റെ എണ്ണമാണെങ്കിൽ എന്താ? GMM പഠിച്ച സെയിം ഇക്വേഷൻ. ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23. ഇനി ഒരു കേസ് കൂടി നമ്മൾ പറഞ്ഞു. നമ്പർ ഓഫ് മോൾസ് കാണാൻ വോളിയം ആണ് തന്നതെങ്കിൽ ഗിവൺ വോളിയം ബൈ എന്തായിരിക്കും വരാൻ ചാൻസ്? ഗിവൺ വോളിയം ബൈ 22.4. ഇത്രയുള്ളൂ. 3 ഇക്വേഷൻ സെറ്റ് അല്ലേ? ഇക്വേഷൻ സെറ്റ് ആണെങ്കിൽ നേരെ പോവാൻ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക്. നോക്കിക്കോ മക്കളെ, നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ ആൻസർ പറയാനായിട്ട് മക്കൾക്ക് പറ്റും. നോക്കിക്കോ. വാട്ട് ഈസ് ദ മാസ് ഓഫ് 2 മോൾ CO2? മാസ് വേണം, മോള് തന്നിട്ടുണ്ട്. കണക്ഷൻ പറ. ഓക്കെ. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ബൈ ആറ്റം ആണോ മോളിക്യൂൾ ആണോ? CO2 മോളിക്യൂൾ ആണ്, മോളിക്കുലാർ മാസ്. എന്താ കാണേണ്ടത്?
മാസ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളിക്യൂൾ. പറ, മാസ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ് 2 ആണ് ഇൻറ്റു മോളിക്കുലാർ മാസ് 44 ആണ്. വി വിൽ ഗെറ്റ് 88 എന്ന് കിട്ടും അല്ലെ, അത്രയും ഗ്രാം. സെറ്റ്. മക്കളെ നോക്കിക്കോ, ഹൗ മെനി മോൾസ് ആർ പ്രസന്റ് ഇൻ 220 gram of CO2. സിമ്പിൾ. നമ്പർ ഓഫ് മോൾസ് കാണാൻ അഗെയിൻ എന്ത് തന്നു? മാസ് തന്നു. മാസ് ആണെങ്കിൽ ഗിവൺ മാസ് ബൈ എന്ത്? മോളിക്കുലാർ മാസ് 44 which is equal എത്ര മോൾ എന്ന് കിട്ടും? 5 മോൾ എന്ന് കിട്ടും. സിമ്പിൾ. നെക്സ്റ്റ് നോക്കിക്കോ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 220 gram of CO2. മോള് തന്നിട്ട് നമ്പർ ഓഫ് മോളിക്യൂൾ സിമ്പിൾ. തന്നിട്ടുള്ളത് മാസ് ആടാ. മാസ് തന്നിട്ട് എങ്ങനെയാ നമ്പർ ഓഫ് മോളിക്യൂൾ? പക്ഷെ മാസ് തന്നാൽ മോള് കാണാൻ നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. മാസും മോളും കണക്ഷൻ അറിയാം. മോളും നമ്പർ ഓഫ് മോളിക്യൂളും കണക്ഷൻ അറിഞ്ഞൂടെ? അങ്ങനെ കണക്ട് ചെയ്യണം. ഓക്കെ ആണോ? അപ്പൊ മാസ് തന്നാൽ മോള് കാണാൻ അറിയാം, നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ നമ്പർ ഓഫ് മോളിക്യൂളും കാണാൻ അറിയാം. അപ്പൊ ദേ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ട എന്താ? 220 gram എന്ന് പറയുന്നത് എത്ര മോളാ? മക്കളെ അത് ഇപ്പൊ ചെയ്തു. അപ്പൊ ഇനി റിപ്പീറ്റ് ചെയ്യണം എന്നില്ല. 5 മോളാ. അപ്പൊ 5 മോളില് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾ ഉണ്ട് നോക്കിയാൽ മതി. അപ്പൊ മോളും മോളിക്യൂളും തമ്മിലുള്ള കണക്ഷൻ പറ. നമ്പർ ഓഫ് മോൾസ് ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ NA, അവഗാഡ്രോ നമ്പർ അല്ലെ. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കാണാൻ എന്ത് വേണം? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു NA അല്ലെ. അപ്പൊ 5 ഇൻറ്റു NA, 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. സെറ്റ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കിക്കോ, അറ്റോമിക് മാസ് ഓഫ് സം എലമെന്റ് ഓക്സിജൻ തന്നിട്ടുണ്ട് 16 ആണ്. ഫൈൻഡ് ദ മാസ് ഓഫ് 4 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റം. മാസ് ആണ് വേണ്ടുന്നത്. തന്നിട്ടുള്ളത് നമ്പർ ഓഫ് ആറ്റംസ്. കണക്ഷൻ എന്താ? സിമ്പിൾ. നമ്പർ ഓഫ് ആറ്റംസ് വെച്ച് മോള് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഉണ്ടെങ്കിൽ മാസ് കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാം. അങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക്. അപ്പൊ അതെ, ഇതിലെ നമ്പർ ഓഫ് മോൾസ് പറ. നമ്പർ ഓഫ് മോൾസ് കാണാൻ തന്നിട്ടുള്ളത് പാർട്ടിക്കിളുകളുടെ എണ്ണമല്ലേ. അപ്പൊ ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ NA അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ അല്ലെ. അപ്പൊ നമുക്ക് എന്താ വേണ്ടുന്നത്? മോള് which is equal 4 into 6.022 into 10⁻23 divided by 6.022 into 10⁻23. ഇത് ക്യാൻസൽ ചെയ്താൽ എത്ര മോൾ എന്ന് കിട്ടും? 4 മോൾ എന്ന് കിട്ടും. മോൾ ഉണ്ടെങ്കിൽ മാസ് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചൂടെ? ഏത് ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ മാസ് ബൈ മോളിക്കുലാർ മാസ്. കണ്ടുപിടിക്കേണ്ടത് എന്താ? മാസ്. നമ്മുടെ കയ്യിൽ മോൾ ഉണ്ട്, മോളിക്കുലാർ മാസ് ഉണ്ട്. സോ മാസ് ഈക്വൽ 4 ഇൻറ്റു മോളിക്കുലാർ മാസ് എത്രയാ? 16. അപ്പൊ എത്ര കിട്ടും? 64 എന്ന് കിട്ടും. 64 gram. സെറ്റ് മക്കളെ. ഇനി വോളിയം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ദേ മാസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയി, നമ്പർ ഓഫ് പാർട്ടിക്കിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയി. ഇനി നമ്മൾ വോളിയം വെച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണേ. നോക്കിക്കോ, വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 mole ഗ്യാസ് അറ്റ് STP? ഏത് ഗ്യാസ് ആണെന്ന് പോലും അറിയണ്ട. STP ആണോ 1 mole ആണോ കണ്ണും പൂട്ടി എഴുതാം. 22.4. ഓക്കെ. നെക്സ്റ്റ്, ഇഫ് ദ വോളിയം ഓഫ് CO2 ആൻഡ് SO2 112 ആണ്. രണ്ടുപേരുടെയും വോളിയം തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2. സിമ്പിൾ ചെയ്യാം. CO2ന്റെയും SO2ന്റെയും വോളിയം ആണ് തന്നിട്ടുള്ളത് 112 ലിറ്റർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് മോൾസ് കാണണം CO2ന്റെ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മക്കളെ, നമ്പർ ഓഫ് മോൾസ് കാണാൻ വോളിയം ആണ് തന്നിട്ടുള്ളതെങ്കിൽ ഇക്വേഷൻ എന്താ? ഗിവൺ വോളിയം ബൈ 22.4. പറഞ്ഞോ, ഗിവൺ വോളിയം എത്രയാ? 112 ഡിവൈഡഡ് ബൈ 22.4. എത്ര കിട്ടും? സിംപ്ലി എത്ര കിട്ടും? 22.4 ഇൻറ്റു 5 അല്ലേ. സോ 5 മോൾ എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ SO2? SO2ല് എത്ര മോളിക്യൂൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ മോളിക്യൂള് കാണാൻ എന്തായാലും മോള് വേണം അല്ലെ മക്കളെ. അതിന്റെ വോളിയം 112 ആണ് ക്വസ്റ്റ്യനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന്റെ മോൾ എത്രയാ? 5 മോൾ. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് SO2 സിംപ്ലി നമുക്ക് പറയാം അല്ലെ. നമ്പർ ഓഫ് മോൾസ് ഓഫ് SO2 എന്ന് പറയുന്നത് നമുക്ക് പറയാം അതിന്റെ വോളിയം 112 ആണ്. ഡിവൈഡഡ് ബൈ 22.4 എടുത്താൽ 5 മോൾ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ വേണ്ടുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾ വേണം. സിമ്പിൾ. നമ്പർ ഓഫ് മോളിക്യൂളും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. സിമ്പിൾ. നമ്പർ ഓഫ് മോളിക്യൂൾ ഡിവൈഡഡ് ബൈ 6.022 into 10⁻23. എന്താ വേണ്ടുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾ.
നമ്പർ ഓഫ് മോൾ ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 അല്ലേ? അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾ ഈക്വൽ 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. സെറ്റ്. സിമ്പിൾ ആയില്ലേ മക്കളെ? അപ്പം ഇത്രയാണ് മോൾ കോൺസെപ്റ്റ് ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈസി ആയിട്ട് കിട്ടുന്ന രീതിയിൽ മിസ് ഫുൾ ഇക്വേഷൻ കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇനി ഇതിൽ നിന്ന് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നിങ്ങൾക്കുള്ളത്. ഹൈഡ്രജനും ഇക്വേഷൻ തന്നിട്ട്, കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് അത് മോളുമായിട്ട് നമ്പർ ഓഫ് മോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പരിപാടി. ഇതേ നോക്കാം. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാകുന്നു. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാകുന്നു. ഓക്കെ, ബാലൻസ് ചെയ്യാൻ ഇവിടെ 2 കിട്ടും. അപ്പൊ നിങ്ങളോട് പറയാണ് ഇത്ര ഗ്രാം ഓഫ് ഹൈഡ്രജൻ ചേർന്നാൽ എത്ര ഗ്രാം വാട്ടർ ഉണ്ടാകും, അല്ലെങ്കിൽ ഇത്ര മോൾ ഓഫ് ഓക്സിജൻ ചേർന്നാൽ എത്ര മോൾ ഓഫ് വാട്ടർ ഉണ്ടാകും, അല്ലെങ്കിൽ തിരിച്ചും ചോദിക്കാം ഇത്ര ഗ്രാം ഓഫ് വാട്ടർ ഉണ്ടാകാൻ എത്ര ഗ്രാം ഓഫ് ഓക്സിജൻ വേണം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ഇതെങ്ങനെ സിംപ്ലി ചെയ്യാം എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻ വെച്ച് പഠിക്കാം. ഓക്കെ, മിസ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. 2H2 plus O2 gives 2H2O. Formation of water equation ആണ്. Question ഇതാണ്. What is the mass of oxygen needed to get 36 gram water എന്നൊക്കെ പറയുന്നുണ്ട്. സിമ്പിൾ. ആദ്യം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആൻസർ ഷീറ്റിലേക്ക് എന്ത് ചെയ്യണം എന്നറിയോ? ഇക്വേഷൻ അതുപോലെ എഴുതണം. 2H2 ബാലൻസ് ചെയ്ത് തന്നെ എഴുതണേ. 2H2 plus O2 gives 2H2O. ബാലൻസ് ചെയ്ത് ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇനി അതിന്റെ താഴെ എന്ത് എഴുതണം എന്നറിയോ? എത്ര ഗ്രാം, അല്ലെങ്കിൽ ആദ്യം മോള് വേണമെങ്കിൽ എഴുതാം. എത്ര മോൾ ഹൈഡ്രജൻ ഉണ്ട്, എത്ര മോൾ ഓക്സിജൻ ഉണ്ട്, എത്ര മോൾ വാട്ടർ ഉണ്ട്, അതിന്റെ താഴെ മോൾ കോൺസെപ്റ്റ് അങ്ങ് എഴുതിക്കോ. മോൾ അറിയാണ്ട് ഈ ഫ്രണ്ടിലുള്ള നമ്പർ നോക്കിയാൽ മതി മക്കളെ. 2 മോൾ ഹൈഡ്രജൻ ഉണ്ട്. എത്ര മോൾ ഓക്സിജൻ ഉണ്ട്? ഫ്രണ്ടിലെ നമ്പർ, ഫ്രണ്ടിൽ ഒന്നുമില്ല, ഒന്നുമില്ലെങ്കിൽ ഒന്നുണ്ട്. 1 മോൾ ഓക്സിജൻ. അപ്പം 2 മോൾ ഹൈഡ്രജനും 1 മോൾ ഓക്സിജനും ചേർന്ന് എത്ര മോൾ വാട്ടർ ഉണ്ടായി? ഫ്രണ്ടിലുള്ള നമ്പർ പറ. 2 മോൾ വാട്ടർ. ഓക്കെ, അത് എഴുതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ മാസിലേക്ക് കൂടെ കൺവേർട്ട് ചെയ്ത് പറയാം. 2 മോൾ ഹൈഡ്രജൻ 1 മോൾ ഓക്സിജൻ 2 മോൾ വാട്ടർ. വാട്ടർ H2. ഇനി മാസ് ഒന്ന് പറ. H2 എന്ന് പറഞ്ഞാൽ മാസ് 2 ഗ്രാം അല്ലെ? ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 1, H2 ആകുമ്പോൾ അത് 2 ഗ്രാം ആയി അല്ലെ? അപ്പൊ ഇവിടെ 2 × 2 എത്രയായി? 4 ഗ്രാം ഹൈഡ്രജൻ. 4 ഗ്രാം ഹൈഡ്രജൻ. O2 എന്ന് പറഞ്ഞാൽ എത്രയാ? 32 ഗ്രാം ഓക്സിജൻ. ഇനി വാട്ടറിന്റെ മോളിക്കുലാർ മാസ് നിങ്ങൾക്ക് അറിയാം 18 ആണ്. 18 × 2 36 ഗ്രാം അല്ലെ? 36 ഗ്രാം വാട്ടർ. ഇനി ക്വസ്റ്റ്യനിൽ എങ്ങാനും വോളിയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വോളിയത്തിലും പറയാം. 2 മോൾ എന്ന് പറയുമ്പോൾ വോളിയം എത്രയാ? 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4. 2 മോൾ എങ്ങനെയാ കണ്ടുപിടിക്കാം? 2 മോളിന്റെ വോളിയം 2 × 22.4 അല്ലെ? അപ്പൊ 44.8 ലിറ്റർ. ഓക്കെ, 44.8 ലിറ്റർ ഹൈഡ്രജനും 1 മോൾ O2 എന്ന് പറയുമ്പോൾ എത്രയായി? STP-ലാണെങ്കിലാണ് 1 മോൾ എന്ന് പറയുമ്പോൾ 22.4 ലിറ്റർ ഓക്സിജൻ ആയി. ചേർന്നാൽ എത്ര വാട്ടർ കിട്ടും? 2 മോൾ ആണ്. അപ്പൊ 2 × 22.4 44.8 ലിറ്റർ വാട്ടർ കിട്ടി. ഈ ഒരു ബേസിക് ഐഡിയ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടായതുകൊണ്ട് പതുക്കെ എഴുതിയതാ. സിംപ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കി പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റും. ഇതുണ്ടെങ്കിൽ ഇനി ഏത് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിച്ചാലും സിമ്പിൾ ആയിരിക്കും. ഇനി ഫസ്റ്റ് പാർട്ടിലേക്ക് വരാം മക്കളെ. നോക്കിക്കോ. വാട്ട് ഈസ് ദ മാസ് ഓഫ് ഓക്സിജൻ നീഡഡ് ടു ഗെറ്റ് 36 ഗ്രാം വാട്ടർ? 36 ഗ്രാം വാട്ടർ കിട്ടാൻ 36 ഗ്രാം വാട്ടർ കിട്ടാൻ എത്ര ഗ്രാം ഓക്സിജൻ വേണം? സിമ്പിൾ, 32 ഗ്രാം. ഇതിപ്പോ ഡയറക്റ്റാ, ചിലപ്പോൾ 36 ആയിരിക്കില്ല. എന്ത് ചോദിക്കും? 18 ഗ്രാം വാട്ടർ ചോദിക്കും. അപ്പം ഇതിന്റെ പകുതി, അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെയും പകുതി. അത്രയേ ഉള്ളൂ. അങ്ങനെ കോൺസെപ്റ്റിലേക്ക് മാറ്റണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ വോളിയം ഓഫ് H2 ഗ്യാസ് നീഡഡ് ടു ഗെറ്റ് 22.4 ലിറ്റർ ഓഫ് വാട്ടർ. ഫൈൻഡ് ദ വോളിയം ഓഫ് H2. എന്തിനാ? 22.4 ലിറ്റർ വാട്ടർ കിട്ടാൻ. 22.4 ലിറ്റർ വാട്ടർ കിട്ടാൻ എത്ര ലിറ്റർ ഓക്സിജൻ ആണോ ഹൈഡ്രജൻ ആണോ ക്വസ്റ്റ്യൻ? ഹൈഡ്രജൻ. എത്ര ലിറ്റർ ഹൈഡ്രജൻ വേണം മക്കളെ? 44.8 ലിറ്റർ കിട്ടാൻ എത്ര വേണം? 44.8 ലിറ്റർ ഹൈഡ്രജൻ വേണം. 22.4 ആണെങ്കിൽ 22.4 ലിറ്റർ വേണം. സിമ്പിൾ, 22.4 ലിറ്റർ. നെക്സ്റ്റ് നോക്കിക്കോ. If we take 4 gram hydrogen, how much gram of oxygen should be taken to react completely with this hydrogen? Okay, 4 gram hydrogen എടുത്താൽ എത്ര gram oxygen വേണം കംപ്ലീറ്റ് റിയാക്ട് ചെയ്യാൻ? അപ്പൊ എത്ര എടുക്കുന്നത്? 4 gram hydrogen. 4 gram hydrogen എടുത്താൽ എത്ര ഗ്രാം വേണം? ക്വസ്റ്റ്യനിലെ ഉള്ളതാണ് 32 ഗ്രാം വേണം. ഓക്കെ, ഇപ്പൊ 4 ഗ്രാം ആയതുകൊണ്ട് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റി. ഇനി ക്വസ്റ്റ്യൻ മിസ് ഒന്ന് മാറ്റുകയാണേ. 4 ഗ്രാം അല്ല ക്വസ്റ്റ്യനിൽ ചോദിച്ചത് 8 ഗ്രാം ഹൈഡ്രജന്
എത്ര ഗ്രാം ഓക്സിജൻ വേണം എന്നാണ്. അപ്പൊ 4 ഗ്രാമിന് 32 ആണെങ്കിൽ 8 ഗ്രാമിന് എത്രയാ? സിംപ്ലി പറഞ്ഞൂടെ മക്കളെ? പറ. 32/4 × 8 വെച്ച് ചെയ്താൽ മതി. സിമ്പിൾ, പെട്ടെന്ന് ആൻസർ കിട്ടും. എത്രയാ? 32 × 2 ചെയ്താൽ മതി, 64 എന്ന് കിട്ടും. ഇത്രയുള്ളൂ. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ക്വസ്റ്റ്യൻ വരും. നിങ്ങൾക്ക് ആകെ മോൾ കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആണ്. മോൾ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാലോ? ഇത്ര മോൾ എത്ര വോളിയം ആണെന്ന് അറിയണം, അത് ഓരോന്നും എത്ര മാസ് ആണെന്ന് അറിയണം. അറിയാമെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരിക്കും. സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ 4ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇനി 7 days ഒക്കെ ഉള്ളൂ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കെമിസ്ട്രി പഠിക്കാനായിട്ട് നമ്മുടെ ക്രാഷ് കോഴ്സിൽ വേഗം ജോയിൻ ചെയ്യുക. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ ക്രാഷ് കോഴ്സിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. പ്ലസ് ഇതുപോലെ തന്നെ നിങ്ങൾ ക്രാഷ് കോഴ്സിൽ ഇപ്പൊ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതായിരിക്കും. ഡേ +1 അഗ്നി ബാച്ചിലേക്ക് പെട്ടെന്ന് കാണുന്ന നമ്പറിൽ വിളിച്ച് പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പൊ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടാറ്റ, ബൈ.